കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവിടെ എവിടെയോ ആണല്ലോ ഇന്ദുമ്മ ഫോൺ വെച്ചത്. ഊർമിളയുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ ആ ഫോണിൽ എന്താണെന്ന് നോക്കണം. വല്ലതും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ വേണം. ഊർമിളയോട് പറഞ്ഞിട്ട് കാര്യമില്ല. തക്കം കിട്ടി അവള് പണി കൊടുക്കാൻ മടിക്കില്ല. ചേച്ചി, ഇത് ചേച്ചിയുടെ ഫോണാണോ? അയ്യോ, എന്റെ അല്ല. ചേട്ടാ, ഈ ഫോൺ നിങ്ങളുടെ ആണോ? അല്ലല്ല, എന്റെ അല്ല. ചേച്ചി, ഈ ഫോൺ ചേച്ചിയുടെ ആണോ? അല്ലല്ല, എന്റെ ഫോൺ എന്റെ നിങ്ങളുടെ അല്ലേ? ഇങ്ങോട്ട്. ആ, അതെന്റെ ഫോണാ. ഇങ്ങോട്ട് താ. ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ കൊടുത്തോളാം, നീ പോയിക്കോ. ശരി. ഫോണിങ് വന്നേ. ഇതെന്റെ ഫോണാ. പക്ഷെ ആ വീഡിയോ അതിലിരിക്കുന്നത് നല്ലതിനല്ല. അതിങ്ങ് താ ഊർമിളെ. ഹജേൻ ഈ വീഡിയോയും കൊണ്ട് എന്ത് കാര്യം? അത് കളിക്കാനുള്ളതല്ല. ആ വീഡിയോ ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ. ആഹാ, ഫോൺ കിട്ടിയ ഊർമിളെ. അതിലെന്തോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ കാണട്ടെ. ഏത് വീഡിയോ ആണ് എന്തോമ്മേ? കുറച്ചു നേരത്തെ വലിയ കാര്യത്തെ കൊണ്ട് കാണിച്ചിട്ട് ഇപ്പൊ ഏത് വീഡിയോ എന്ന് ചോദിക്കുന്നോ? കാണിക്കൂ ഊർമിളെ. അമ്മ ഇങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചാ പിന്നെ ഞാൻ കാണിച്ചേക്ക്. വരുണിന്റെ വീഡിയോ അല്ലേ അത്? ഇപ്പൊ നീ കാണിച്ചെന്നിരിക്കട്ടെ, പിന്നെ നീ വിവരം അറിയും മോളെ. വരുണിന്റെ വീഡിയോ എവിടെ നോക്കട്ടെ? അമ്മേ, അത് ജയിലിൽ മുട്ട കിട്ടിയില്ലെന്ന് പറഞ്ഞ് വാർഡനെ അവൻ തല്ലിയെന്ന് അത്രേ. ന്യൂസിൽ വന്നതാ. ഇത്രയും നേരം അവള് കടന്ന് ചാടിയത് ഇത് കാണിക്കാനാ. നല്ല നേരത്തെ കാണാൻ കൊള്ളാവുന്ന മുഖമല്ല അവൻ്റെത്. ഇങ്ങ് തന്നെ. എന്റെ ഫോൺ. ഇതില് എനിക്ക് വേണ്ട ചില നമ്പേഴ്സ് ഉണ്ട് ഊർമിളെ, അതെടുത്തിട്ട് ഞാൻ തരാം. ഇന്ന് ഊർമിള മാത്രമേ ഇത് കണ്ടല്ലോ. നാളെ മറ്റാരെങ്കിലും ഇത് കണ്ടാലോ? ഈ കാര്യത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് ദേവനോട് സംസാരിക്കണം. ഇതിപ്പോ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം.
നിനക്കറിയാലോ. ഇതെന്റെ ഒരു പിടിവാശിയാണെന്ന് തന്നെ കരുതിക്ക് വൈദേഹി. ഈ വ്രതം ഇടയ്ക്ക് വെച്ച് അവസാനിക്കണമെങ്കിൽ ഭഗവാൻ ശ്രീരാമൻ എൻ്റെ ഈ സീതാദേവിയിലൂടെ പ്രസാദിക്കണം. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു പൊന്നുമോളെ. ചിലപ്പോൾ വരില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒടുവിൽ എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരും. എന്നെ അങ്ങനെ നിനക്ക് തള്ളിക്കളയാനാവില്ലല്ലോ. കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കഴിക്കണം. ആഗ്രഹിച്ച പോലെ കാര്യം നടന്നല്ലോ. ഇതോടെ ഇത് മതിയാക്കിക്കോ. ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി ഇതുപോലെയുള്ള വാശിയും കൊണ്ട് എന്റെ മുന്നിലേക്ക് വരരുതേ. നമ്മൾ തമ്മിൽ ഇനിയൊരിക്കലും ഇങ്ങനെ തനിച്ച് കാണുന്നും വേണ്ട. പിന്നൊരു കാര്യം, ദേവേട്ടൻ എന്റെ അനുജത്തിയുടെ ഭർത്താവാണ്. അതൊരിക്കലും മറക്കരുത്. നിനക്ക് പിന്നെ ഇതെന്താ പറ്റിയത് വൈദേഹി? മനസ്സറിഞ്ഞ് ഒരു നിമിഷമെങ്കിലും ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ. ദേവേട്ടൻ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നമ്മുടെ വീട്ടുകാരെ നമ്മൾ തന്നെ ചതിക്കുന്നത് ശരിയല്ല. ചതിയോ? അതിന് നമ്മൾ ആരെയാ ചതിച്ചേ? ഇങ്ങനെ മറ്റാരും അറിയാതെ കള്ളത്തരത്തില് കണ്ടുമുട്ടുന്നത്, എനിക്ക് വേണ്ടി ദേവേട്ടൻ കാത്തിരിക്കുന്നത്, ദേവേട്ടൻ വിഷമിക്കല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങനെ ദേവേട്ടനെ കാണാൻ വരുന്നത്, ഇതെല്ലാം ചതിയല്ലേ ദേവേട്ട?
ശരിയാണ്. ഇങ്ങനെ മറ്റാരും അറിയാതെ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് കാണുന്നതുകൊണ്ടല്ലേ ചതിയായി പോകുന്നത്. പക്ഷേ നമ്മൾ തമ്മിലുള്ള സ്നേഹം ഒരിക്കലും മറ്റുള്ളവരോടുള്ള ചതിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം ഇപ്പൊ തന്നെ എല്ലാവരോടും പറഞ്ഞേക്കാം. പിന്നെ ആരും കാണാതെ ഇങ്ങനെ വന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ. ആരെയും ചതിക്കുകയാണെന്നുള്ള വിഷമവും ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ. അമ്മേ, അമ്മേ. ചേട്ടാ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായി മാറാൻ പോവാ. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കാര്യം എല്ലാവരോടും പറയാൻ പോവാ. സത്യമാണോ? എന്താ അത്? അതെ ചേട്ടാ, ഞാനെന്നുണ്ടല്ലോ. ദേവേട്ടാ, ഒന്നുമില്ല ചേട്ടാ. ദേവേട്ടൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയും. വൈദേഹി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, ദേവേട്ടനൊന്നും പറയാൻ പോകുന്നില്ല. അജേട്ടാ, ദേവേട്ടൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കണ്ട. അതൊന്നും സത്യമല്ല. സത്യമല്ലെന്ന് ആര് പറഞ്ഞു? ഇനി ഇവൻ പറഞ്ഞൊന്നും അറിയാനില്ല. എല്ലാം ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞു. അതാ ചേട്ടാ, ഞാന് എനിക്കെല്ലാം അറിയാം ദേവ. നീയും വൈദേഹിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ആരാ അവിടെ ബഹളം ഉണ്ടാക്കിയ? വൈദേഹി, എന്താടാ ദേവ, എന്തിനാ നീ ബഹളം വെക്കുന്നേ? അതെന്തു? അത് പിന്നെ ഒന്നുമല്ല ഇന്ദു അമ്മേ, ഞാൻ ഈ ചേറിന്നൊന്ന് താഴെ വീണതാ. അതിനവൻ ഒച്ച വെച്ചേ. അയ്യോ, വല്ലതും പറ്റിയോടാ മോനെ? വലതും പറ്റിയോ മോനെ? ഒന്നും പറ്റിയില്ല അമ്മേ. വരുന്ന വഴിക്ക് ചെയറിന്റെ വീല് കാർപ്പറ്റിലൊന്ന് കുടുങ്ങിയതാ. അപ്പോഴേക്കും ദേവൻ ഓടിയെത്തി. അല്ലടാ ദേവ? അത്രേ ഉള്ളോ? ഒന്നും പറ്റിയില്ലെങ്കില് അത്രയ്ക്ക് ഒച്ച വെക്കേണ്ട കാര്യം എന്താ? കൺമുമ്പിൽ ആർക്ക് എന്ത് പറ്റിയാലും ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കാൻ നിനക്ക് മാത്രമല്ലേ പറ്റൂ ഊർമിളെ. നീ അല്ലല്ലോ അത്. എനിക്കെന്തെങ്കിലും പറ്റിയ ദേവൻ അത് സഹിക്കില്ല. അതാവൻ പെട്ടെന്ന് പേടിച്ചു പോയെ. അത് ശരിയാ. നീ എന്തെടുക്കായിരുന്നു ഊർമിളെ? അജയനെ നോക്കേണ്ടത് നീയല്ലേ? വിനയാ, വിനയാ, എന്താ അമ്മേ? നീ എവിടെ പോയി കിടക്കായിരുന്നു? അമ്മ ക്ഷമിക്കമ്മേ, ദേവേട്ടനെ കാണാൻ വന്നവർക്ക് വേണ്ടി ഗസ്റ്റ് റൂം എല്ലാം ഒന്ന് ഒരുക്കി കൊടുക്കായിരുന്നു. അതൊക്കെ ശരി. നീ അജയനെ ഒന്ന് മുറിയിലോട്ട് കൊണ്ടുപോ. ആയിക്കോട്ടെ അമ്മേ. ഇപ്പൊ വേണ്ട അമ്മേ. ദേവനോട് ചിലത് സംസാരിക്കാനുണ്ട്. നിങ്ങൾ എല്ലാവരും പോയി കിടന്നോളൂ. അജയൻ എന്താ പറ്റിയേ? എന്തിനായിരിക്കും എല്ലാരും പറഞ്ഞയച്ചത്? നിന്നോട് എന്താ പ്രത്യേകിച്ച് പറയണം? ഒക്കോ. അജയേട്ടൻ എന്തിനാ തടഞ്ഞേ? ഞാൻ ആ കാര്യം പറയില്ലായിരുന്നു. ഇത് മറ്റാരും അറിയുന്നത് ശരിയല്ല. അല്ല ചേട്ടാ, നടന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയണം. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആദ്യമായിട്ട് നിങ്ങളെ ഒന്നിച്ച് കണ്ടപ്പോൾ തന്നെ വിനയനോട് ഞാൻ ചോദിച്ചു. അവൻ എന്നോടെല്ലാം പറയുകയും ചെയ്തു.
എന്നോട് ക്ഷമിക്കണം ഏട്ടാ. അജയേട്ടനോട് നേരത്തെ തന്നെ ഞാനിത് പറയാനിരുന്നതാ. പക്ഷേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇങ്ങനെ ആരെന്ത് കരുതുന്നോ എങ്ങനെ മനസ്സിലാക്കുമെന്നുള്ള ഒരു പേടിയായിരുന്നു. പക്ഷേ എല്ലാം അറിയായിരുന്നിട്ടും അജയേട്ടൻ എന്താ ഇതുവരെ ഒന്നും ചോദിക്കാതിരുന്നേ? ഞാൻ കാണിക്കുന്നത് ഒരു തെറ്റല്ല എന്ന് അജയേട്ടന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്കത് മതിയേട്ടാ. വീട്ടിലുള്ളവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഏട്ടനെ കഴിയൂ. ഞാനത് ചെയ്യില്ലടാ. അതെന്താ അജയേട്ടാ, ഞാൻ കാണിച്ചത് തെറ്റല്ല എന്ന് അജയേട്ടന് മനസ്സിലാവുന്നില്ലേ? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ നീ ഇപ്പൊ ചെയ്യുന്നതാണ് തെറ്റ്. ശരിയാണ് അജയേട്ടാ, തെറ്റ് തന്നെയാണ്. ഞാനും വൈദേഹിയും കൂടെ ഇപ്പൊ അതിനെക്കുറിച്ചാണ് സംസാരിച്ച്. കള്ളത്തരത്തിലൂടെ ഇങ്ങനെ കാണാൻ ശ്രമിക്കുന്നത് അത് തെറ്റ് തന്നെയാ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ ഈ ബന്ധം പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയല്ലേ? അതുകൊണ്ടാ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും തെറ്റായി തോന്നുന്നത്. നിങ്ങളുടെ ബന്ധം പവിത്രമായത് തന്നെയാ. അത് തെറ്റാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. സത്യത്തിൽ നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കാവില്ല. അതെന്തുകൊണ്ടാ ചേട്ടാ? ഞാനെന്ത് പാപം ചെയ്തിട്ടാ? പാപമല്ലടാ, ഉത്തരവാദിത്തങ്ങൾ. നീ ഇപ്പൊ എല്ലാവരെയും പോലെ സാധാരണ മനുഷ്യനല്ല. നായക സ്ഥാനത്ത് നിന്ന് എല്ലാരും വഴി നടത്തേണ്ട രാജാവാണ് നീ.